അപ്പോൾ എന്താ നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവാണ്. നമ്മുടെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള സന്നാഹം റെഡി ആയി കഴിഞ്ഞു. ആദ്യമത്തെ ആൾ നമ്മുടെ മെയിൻ ക്യാരക്ടറാണ് കൈമ റൈസ്. പിന്നെ കൂടെ കഴിക്കാൻ പ്രോൺസ് ഉണ്ട്. പിന്നെ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഇടത്തരം 2 സബോളയും കുറച്ച് പച്ചമുളകൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നെയ്യ് നമ്പിഷൻസ് നെയ്യ്. പിന്നെ നമ്മൾ ബാക്കി ചെറുനാരങ്ങ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങയുടെ അതും അതിൻ്റെ ഹാഫേ ഉള്ളൂ. പിന്നെ ബാക്കി നമ്മുടെ മസാല ഐറ്റംസ് പട്ട 1-2 പട്ട. ഞാൻ പോകെ അതിൻ്റെ എത്ര മെഷർമെൻറ്റ് ആ കാര്യം പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ പൂവിനെ ചിലടത്ത് തക്കോലം എന്ന് പറയാറുണ്ട്, നമ്മൾ പൂ എന്നാണ് പറയുക. പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, പട്ട, പൂവ്, കുരുമുളക്, ഏലക്കായി, റൈസിൻസ് അതായത് ഉണക്കമുന്തിരി, കാഷ്യൂനട്ട്, ഇതൊക്കെയാണ് നമ്മുടെ നെയ്ച്ചോറിന് വേണ്ടപ്പെട്ട സാധനങ്ങൾ. ഇപ്പോൾ ഈ കാണിക്കുന്ന സാധനം ഓപ്ഷണലാണ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. ബിരിയാണിയിൽ കൂടെ ഇടുന്ന ഒരു സാധനമാണ്, പക്ഷെ പേരറിയത്തില്ല. സോ ഇത് ഓപ്ഷണലാണ്. പിന്നെ നമ്മുടെ റൈസ്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാണെന്നുള്ളത്. അതായത് കൈമ റൈസ് 4 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത് കേട്ടോ. 4 ഗ്ലാസ്സസ്. ഏതരിയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ കുറേ സമയം ഇങ്ങനെ കുതിർത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അരിയിൽ വെള്ളം കയറി പിടിക്കും. ഒരു നന്നായിട്ട് അതായത് നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം നന്നായിട്ട് അരി കഴുകിയെടുത്ത് ഒരു 10 മിനിറ്റ് മാത്രം വെള്ളത്തിൽ കുതിർക്കാനിട്ടാൽ മതി. പക്ഷെ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അല്ലാതെ വെള്ളം പിടിക്കുമെന്നും പറഞ്ഞിട്ട് അരി നന്നായിട്ട് കഴുകാതെ എടുക്കരുത്. ഉപ്പ് ചേർത്ത് കഴുകിയാൽ സൂപ്പറായിരിക്കും. കല്ലുപ്പ് ചേർത്തിട്ട് അരി കഴുകിയാൽ അഴുക്ക് പെട്ടെന്ന് പോകും. അതൊരു ടിപ്പാണ്. സോ ഞാനിതിപ്പോൾ ഉണ്ടാക്കാൻ കയറുന്നത് 10:10-നാണ്. അതായത് ഒരു 10 മിനിറ്റ് നമുക്ക് അരി വെള്ളത്തിൽ കുതിർക്കാനിടാം. 10 മിനിറ്റ് മതിയാവും, 10 കൂടുതലൊന്നും വേണ്ട. കൈമ റൈസും കൂടി ആകുമ്പോഴത്തേനും വെള്ളം അരിയിൽ പെട്ടെന്ന് കയറി പിടിക്കും. സോ റൈസിൻസ്, നമ്മുടെ കാഷ്യൂനട്ട്. പക്ഷേ ഇത്രയും സാധനങ്ങളുണ്ടല്ലോ, റൈസിൻസും കാഷ്യും ഞാൻ അങ്ങനെ ഇത്രയും യൂസ് ചെയ്യത്തില്ല. ഇതൊന്നും കുറച്ചേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ പൂവ്, പേരില്ലാത്ത സാധനം, പേരെനിക്കറിയാൻ മേല, അത് ഓപ്ഷനല്ല, അതുകൊണ്ട് അത് വേണ്ട. പിന്നെ 3 ഗ്രാമ്പും 3 ഏലക്കായി, പിന്നെ പട്ട, കുരുമുളക്. 10 മിനിറ്റിന് ശേഷം ഞാൻ നമ്മുടെ റൈസ് കഴുകിയെടുത്തിട്ടുണ്ട്. സബോളയും പച്ചമുളകും അരിയുന്നതാണ് ഒരു ടാസ്ക്. സബോള നൈസായിട്ട് അരിയാം, സബോള കുറച്ച് കട്ടിക്ക് അരിയാം, അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഗാർണിഷ് ചെയ്യണമെങ്കിൽ കുറച്ച് തിന്നായിട്ട് അരിഞ്ഞാൽ അത് ലാസ്റ്റ് നെയ്യിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വറുത്തെടുക്കാം. പക്ഷെ ഞാൻ ഗാർണിഷൊന്നും ചെയ്യുന്നില്ല. ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണല്ലോ, എങ്ങനെയാകും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ കുക്കർ. ഇതാണ് ഇന്ന് കുക്കർ നെയ്ച്ചോറാട്ടോ ഞാൻ ഫസ്റ്റ് പറയാൻ മറന്നുപോയി. അതാണ് നമ്മൾ കുക്കർ നെയ്ച്ചോറാണ് ട്രൈ ചെയ്യുന്നത്. സോ കുക്കർ നന്നായിട്ട് തീ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ എണ്ണയും നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നെയ്ച്ചോറാണല്ലോ, അതുകൊണ്ട് നെയ്ക്ക് പഞ്ഞം കാണിക്കണ്ട. നെയ്യ് ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ. കാരണം നെയ്യുടെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. എന്നെപ്പോലെയാണോ നിങ്ങളും നെയ്യ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണോ? എന്നാൽ ചിലവർക്ക് നെയ്യൊന്നും ഇഷ്ടമല്ല. എൻ്റെ മമ്മിക്ക് നെയ്യുടെ അത്ര ടേസ്റ്റ് താല്പര്യമില്ല. പക്ഷെ നെയ്ച്ചോറായിപ്പോയില്ലേ, നെയ്യ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നെയ്യും എണ്ണയും ചൂടായതിന് ശേഷം ഞാൻ 1 by 1 ആയിട്ട് നമ്മുടെ പൂ ആദ്യം ഇട്ട് കൊടുത്തു. ദെൻ നമ്മുടെ ഏലക്കായി, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്. ഈ കുരുമുളക് ഓപ്ഷനിലാണ്. ബിരിയാണിയിലെ മറ്റേ സാധനമില്ലേ, അതേപോലെ തന്നെ കുരുമുളക് ഓപ്ഷനിലാണ്. എല്ലാവർക്കും നെയ്ച്ചോറിൽ കുരുമുളക് ചേർക്കണം എന്ന് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുണ്ട്. എനിക്കെന്തോ ചേർക്കാൻ തോന്നി, ഞാൻ ചേർത്തു. അപ്പോൾ കുരുമുളക് ഓപ്ഷണലാണ്. ആ ബിരിയാണിയുടെ മറ്റേ മുത്തുപോലത്തെ സാധനവും ഓപ്ഷണലാണ്. ഏലക്ക ഞാൻ ഒറ്റ കൈ കൊണ്ട് പൊടിഞ്ഞില്ല. സോ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് പൊടിച്ചതിന് ശേഷമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ നെയ്യിൻ്റെ അകത്ത് ഈ മസാല ഐറ്റംസ് ഗ്രാമ്പൂ, ഏലക്കായി, പട്ട, പൂവ്, ഇത് ഇത്ര ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കുമ്പോൾ കിട്ടുന്ന ഒരു മണം, എന്ത് വാസനയാണെന്നറിയാമോ? അങ്ങനെ നമ്മുടെ സാധന സാമഗ്രികൾ നന്നായിട്ട് വഴറ്റാൻ ഇട്ട് കൊടുക്കുക. ഈ കുരുമുളക് നെയ്യിൽ ഇങ്ങനെ വഴറ്റുമ്പം ഒരു പ്രത്യേക വാസനയാണ്. കുരുമുളകിന് സെപ്പറേറ്റ് ഒരു വാസനയുണ്ട്, പട്ടയ്ക്കൊരു വാസനയുണ്ട്, പൂവിന് വാസനയുണ്ട്. അങ്ങനെ വാസന ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കാഷ്യൂനട്ട്സിനെയും റൈസിൻസിനെയും മറന്നു പോകരുത്. അപ്പം ഞാൻ ഈ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇതും ഒരു ഓപ്ഷണലാണ്. കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ ജസ്റ്റ് റൈസിൻസും കാഷ്യൂവും നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സബോള ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അതുപോലെ ഫ്രൈ ചെയ്തെടുത്ത്
മാറ്റി വെച്ചോളൂ. എനിക്ക് പക്ഷേ ഇത് ഇഷ്ടമാണ്. ബിക്കോസ് നമ്മുടെ കാഷ്യൂൻ്റെയും റൈസിൻസിൻ്റെയും ടേസ്റ്റിനോടൊപ്പം തന്നെ നമ്മുടെ സ്പൈസസിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ലേശം എരിവ് അതിൽ ഈ മധുരത്തിൽ തട്ടുമ്പോൾ ഉണ്ടാവുന്ന, അതായത് ആ മധുരവും എരിവും കൂടെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്, അതെനിക്കിഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് കടന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റേസിൻസ് ഒക്കെ മാറ്റി കോരി വെച്ചു. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ സബോളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റാൻ വേണ്ടിയിട്ട്. പഞ്ചസാര ഇത് ഓപ്ഷണലാണ്, ഇതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സബോളയും പച്ചമുളകും എല്ലാം കാഷ്യൂവും നമ്മുടെ തക്കോലവും, അതായത് പൂവോ കറുവാപ്പട്ട, ഇതൊക്കെ നന്നായിട്ട് വഴഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. നമുക്ക് നെയ്ച്ചോറിൽ വെള്ളം അത്യാവശ്യമാണ്. കുക്കറിൽ വെക്കുമ്പോൾ നെയ്ച്ചോറിൽ വെള്ളം ഇതുപോലെ ചൂടാക്കി അല്ലെങ്കിൽ തിളപ്പിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ വെള്ളത്തിൻ്റെ കണക്ക് പറയാട്ടോ. വെള്ളത്തിൻ്റെ കണക്ക് മസ്റ്റാണ്, ഇല്ലെങ്കിൽ നെയ്ച്ചോറ് എന്താകും, പാളിപ്പോകും. സോ ഞാൻ നെയ്ച്ചോറിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് എൻ്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വെള്ള കളറിൽ ബിരിയാണി താല്പര്യമില്ല. അതുകൊണ്ട് ആ കളർ ചേഞ്ച് ആവാൻ വേണ്ടി ലേശം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെന്താ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്, വെള്ളത്തിൻ്റെ കണക്കല്ലേ. വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. കുക്കറിലാകുമ്പോൾ നമ്മൾ എത്രയാണോ, അതായത് 1:2 ആണെന്നുണ്ടെങ്കിൽ കുക്കറിൽ നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 യൂണിറ്റ് കുറയ്ക്കണം, 1:1. അതായത് ഇപ്പം ഞാൻ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4 ഗ്ലാസ് അരിക്ക് കുക്കറിലാകുമ്പോൾ ഒരു പടി കുറച്ച് 4:7. അപ്പോൾ നമ്മുടെ അരി കഴുകിയെടുത്തത് നമ്മൾ ഇനിയിപ്പോൾ നേരെ ഇതിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. ഓൾറെഡി 10 മിനിറ്റ് ആയി. 10 മിനിറ്റ് വരെ ഞാൻ വെച്ചില്ല കേട്ടോ, അരി കുതിർക്കാനിട്ടില്ല. 10 മിനിറ്റിന് മുന്നേ ഞാൻ എടുത്തു. എന്നിട്ട് നമ്മുടെ അരി നന്നായിട്ട് കഴുകിയത് നമ്മുടെ ഈ സാധനത്തിൻ്റെ കൂടെ, നമ്മുടെ വെള്ളം തിളപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ലേശം കൂടിക്കിടന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് സംഭവം പാളിപ്പോയെന്ന്, ഇല്ല. ബിക്കോസ് ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ആ ഉപ്പിൻ്റെ അംശവും എല്ലാം സ്റ്റേബിളാവും, കറക്റ്റാവും. നിങ്ങൾ കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിക്കും, പക്ഷെ പോകത്തില്ല. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഈ സമയത്ത് നെയ്യും പിന്നെ നമ്മുടെ അരമുറി നാരങ്ങയും പിഴിഞ്ഞ് കൊടുക്കാം, അതും ഓപ്ഷണലാണ്. ദെൻ നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു വിസിൽ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്തെന്നറിയാം, പ്രോൺസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാറ്റി വെച്ചു. എൻ്റെ പാളിപ്പോയതിൻ്റെ കാരണം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ബിക്കോസ് ഒരു വിസിലടിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, 2 വിസിലടിപ്പിച്ചു, എന്നിട്ട് തീ ഓഫ് ചെയ്തു. ഓക്കെ, ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്ന തമ്മിലിൽ കണ്ട കാഴ്ച. ഇപ്പം നിങ്ങൾ നേരിട്ട് കാണാൻ പോവാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് കുക്കറിൻ്റെ പ്രഷറെല്ലാം റിലീസായതിന് ശേഷം ഞാൻ കുക്കർ ഓണാക്കി. കുക്കർ ഓണാക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിങ്ങനെ ഇടിയായിരുന്നു. ബിക്കോസ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന സാധനത്തിൻ്റെ റിസൾട്ടിന് വേണ്ടി എപ്പോഴും നമ്മൾ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. എൻ്റെ ആകാംക്ഷനെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇതാണ് നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ പാളിപ്പോയ നെയ്ച്ചോർ. ഇതിന് നല്ലത് പാച്ചോറായിരുന്നു. ഇതിന് നെയ്ച്ചോറെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, പാച്ചോറായിപ്പോയി. അപ്പോൾ എനിക്ക് തെറ്റ് വന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. വെള്ളത്തിൻ്റെ റേഷ്യോയിലല്ല എനിക്ക് തെറ്റ് സംഭവിച്ചത് ഗൈസ്. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. പാച്ചോറാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ ടേസ്റ്റാന്ന് പറയല്ല, വീട്ടുകാരൊക്കെ സമ്മതിച്ച കാര്യം തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷമം ഞാൻ അങ്ങ് തീർത്തു. കുറച്ച് കാഷ്നട്ട്സും പിന്നെ റീസിൻസൊക്കെ അങ്ങോട്ട് വീണ്ടും ഇട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ പാളിപ്പോയതിൻ്റെ കാര്യം പറഞ്ഞു തരാം. 1 വിസിലടിച്ചാൽ മതി, ഞാൻ 2 വിസിലടിപ്പിച്ച്. അതൊരു വലിയ തെറ്റാണ്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതാണ് പരിവായിപ്പോയത്. പക്ഷേ ഉണ്ടാക്കിയതല്ലേ, കളയാൻ പറ്റുമോ, ഇല്ല. സോ ഞാൻ ചള്ളസും പപ്പടവും പ്രോൺസ് റോസ്റ്റും കൂട്ടി കഴിച്ചു കേട്ടോ.